2024 ജൂലൈ 30 ഒരു നാടൊന്നാകെ ഉരുൾ ദുരന്തത്തിൽ അമർന്ന സമയം. നാലുപാടു നിന്നും നിലവിളികൾ ഉയർന്ന കാലം. മനുഷ്യസ്നേഹികളെല്ലാം മുണ്ടക്കൈയിലേക്കും ചൂരന്മലയിലേക്കും ഒഴുകിയെത്തി. ദുരന്തത്തിന്റെ ആദ്യ ദിവസം മുതൽ മുസ്ലിം ലീഗ് അവരെ ചേർത്തു പിടിച്ചു. രക്ഷാപ്രവർത്തനവും അടിയന്തര സഹായവും ഭക്ഷ്യക്കിറ്റുകളും വ്യാപാരികൾക്ക് നഷ്ടപരിഹാരവും വാഹനങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് വാഹനങ്ങളും നൽകി. ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ച 105 വീടുകളിൽ 51 വീടുകളുടെ താക്കോൽ കൈമാറി. വീട് നമുക്ക് അൽഹംദുലില്ലാഹ് ആയിരം വട്ടം സന്തോഷമാണ് വീട്ടിൽ. മുസ്ലിം ലീഗ് പിരിച്ചതിന്റെയും ചെലവഴിച്ചതിന്റെയും കണക്കുകൾ ഏത് സമയത്തും ഫോർ വയനാട് ആപ്പിൽ ആർക്കും പരിശോധിക്കാവുന്നതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമാഹരിച്ചത് 5.38 കോടിയാണ്. വീട് നിർമ്മിക്കാൻ 6.18 കോടി രൂപ ചെലവഴിച്ച് ഭൂമി വാങ്ങി. ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനം മാർച്ച് 1 മാറ്റി. ടൗൺഷിപ്പിലെ അടിസ്ഥാന സൗകര്യ നിർമ്മാണം പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് തീയതി മാറ്റിയത്. അതേസമയം കൈമാറ്റം നടന്നാലും വീടുകളിൽ ഉടനെ താമസിക്കാൻ കഴിയുമോ എന്നതിൽ ആശങ്ക നിലനിൽക്കുകയാണ്. സർക്കാർ പിരിച്ചത് 763 കോടിയാണ്. 168 കോടിയാണ് ടൗൺഷിപ്പിന് ചെലവഴിച്ചത്. ബാക്കി 606 കോടി എന്ത് ചെയ്തുവെന്ന് അറിയില്ല. ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇന്ന് 1 മാസമായി. ദുരന്തബാധിതർക്ക് കൈമാറിയ 178 വീടുകൾ പോലും താമസയോഗ്യമായിട്ടില്ല ഇതുവരെ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തിടുക്കപ്പെട്ട് ഉദ്ഘാടനം നടത്തിയെങ്കിലും ദുരിതബാധിതർ ഇപ്പോഴും വാടക വീടുകളിൽ കഴിയുകയാണ്. എപ്പോഴാണ് ഈ വീടുകൾ താമസയോഗ്യമാവുക എന്ന് ആർക്കും അറിയില്ല. 1.5 വർഷമായിട്ട് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ടൗൺഷിപ്പിൽ ദിവസം വന്ന് നോക്കി പോവാറുണ്ട്. ഒരുപാട് വർക്കുകൾ ഇനിയും നടക്കാനുണ്ട്. ഇനി CPM എന്ത് ചെയ്തു? CPMഉം അവരുടെ ബഹുജന സംഘടനകളും പിരിച്ചതിന്റെയും കൈമാറിയതിന്റെയും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. പണം പിരിച്ചു എന്നല്ലാതെ വയനാട് ദുരന്തബാധിതർക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് CPMന് ഉത്തരമില്ല. ധനരാജ് രക്തസാക്ഷി ഫണ്ട് വിവരങ്ങൾ പാർട്ടിക്കാർ അറിഞ്ഞാൽ മതിയെന്ന് പറയുന്നവർ തന്നെയാണ് മറ്റുള്ളവരെ ചോദ്യം ചെയ്യാനായി മുന്നിൽ നിൽക്കുന്നത്. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ഇവർക്ക് വ്യക്തമായ ഉത്തരവുമില്ല. അത് നിങ്ങളോട് പറയാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല എന്നല്ലേ പറഞ്ഞേ. ചേർത്ത് നിർത്തിയത് ആരൊക്കെയെന്നും ആർക്കൊപ്പം നിൽക്കണമെന്നും തീരുമാനിക്കേണ്ട സമയമാണിത്. കണക്ക് ചോദിക്കാൻ സമയമായി.